ഹലോ അസ്സലാമലൈക്കും. ഹൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണല്ലേ? നിങ്ങളൊക്കെ റെഡിയാണോ? അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്കും കമൻറ്റും തന്നാൽ മതി കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിനല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് വന്നിനി കേട്ടോ. നമ്മൾ ഈ വർത്താനത്തിന് ലൈക്കും കമൻറ്റും തരൂലട്ടോ എന്ന് പറഞ്ഞിക്കാണ്ട്. പൊന്നാര മക്കളെ, ഇഞ്ച വർത്തത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. കാരണം നമ്മൾ മലപ്പുറത്തുള്ളതാണ്, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെ കജ്ജുള്ളൂ. കജ്ജ് നെജ്ജ് എന്നൊക്കെ പറയണ മാതിരി ഇജ്ജ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ശുദ്ധ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ആ പറച്ചിലിൻ്റെ ഇടയിൽ നമ്മളെ ഈ മലപ്പുറം ഭാഷ വന്ന് പെടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ വയ്ക്കാത്ത പണിക്ക് നമ്മൾ നിൽക്കണ്ടല്ലോ, അത് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഞ്ച വർത്താനം ഇഷ്ടപ്പെടുന്നില്ലാച്ചെങ്കിൽ ഇപ്പം പറയണം. നമ്മൾ ഇന്നത്തോടു കൂടി ഇത് ലാസ്റ്റ് വീഡിയോ ആക്കിയിട്ട് നിർത്തൂട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലാച്ചെങ്കിൽ, കാരണം നമ്മളെ വർത്താനം ഇങ്ങനെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഈ വർത്താനം പറ്റുന്നുണ്ട് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ മതി കേട്ടോ. ഞാൻ ആരും നിർബന്ധിച്ചില്ല. കാരണം നമുക്കൊക്കെ ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആൾക്ക് ചിലപ്പോൾ നമ്മളെ വർത്താനം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ ആ കമൻറ്റ് ഇട്ട ആളോട് ഞാൻ എന്നെ എന്തെങ്കിലും കാട്ടിക്കണോ ഉണ്ടെങ്കിൽ പറയണ്ടിട്ടോ. കാരണം ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഇട്ട് കാണ്ട് ഇന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ എന്തെങ്കിലും എന്നെ കാട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം. നമ്മൾ മലപ്പുറംകാരാണ്, അതുകൊണ്ട് നമ്മളെ ഭാഷ ഇങ്ങനെയാണ്. ഇജ്ജ എവിടെ ഉള്ളതാണെന്ന് ഇപ്പം ഇച്ച അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടുകൊണ്ട് ഇച്ച എന്നോടൊരു ദേഷ്യമോ ഒന്നും ഇല്ലേനു. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ കമൻറ്റ് ബോക്സ് അതിനില്ലതാണ്. പക്ഷേങ്കിൽ ഇഞ്ച വർത്താനത്തിന് ലൈക്കും കമൻറ്റും തരൂലട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇച്ചൊരു പൊറുതിയേട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു വെറുപ്പും തോന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്കും കമൻറ്റും ചെയ്താൽ മതിയേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, നമുക്ക് കുറച്ച് ലിവർ ഉണ്ടായി കേട്ടോ. അപ്പോൾ ആ ലിവർ വെക്കാനും വേണ്ടി ഞാൻ വല്ലുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കാണ്ട് വാട്ടി വെച്ചിക്കണേ. അപ്പോഴാണ് കേട്ടോ നമുക്ക് കരിയേപ്പിൻ്റെ ഇല ഇല്ലാത്തത് ഓർമ്മയായത്. അപ്പം വേഗം പോയിട്ട് ഒരു 2 ഇല്ലി കരിയേപ്പിൻ്റെ ഇല ഒടിച്ചിട്ടേന്ന് കരുതിയപ്പോൾ തന്നെ നമ്മളെ കരിയേപ്പിൻ്റെ ഇലൻ്റെ കൊമ്പൊക്കെ പൊട്ടി കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം സനുവിനോട് കരിയേപ്പിൻ്റെ ഇല എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ പൊട്ടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ആ പൊട്ടിയ കൊമ്പും കൊണ്ടാണ് പോന്നിക്കണത്. അപ്പോൾ കരിയേപ്പിൻ്റെ ഇല ഇടാഞ്ഞാൽ ചാറിനൊരു ബൗസ് ഉണ്ടാവില്ല. കാര്യം കഴിഞ്ഞാൽ കരിയേപ്പിൻ്റെ ഇല പുറത്ത് എന്ന് പറഞ്ഞ മാതിരി കരിയേപ്പിൻ്റെ ഇല ആവശ്യത്തിന് വേണം, ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ. അപ്പം അങ്ങനെ ഏതായാലും ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ നമ്മളെ ലിവർ വെക്കാൻ. അപ്പോൾ ലിവർ ഇതാക്കണേ കേക്കിക്കാണ്ട് വെള്ളത്തിലിട്ട് ചെയ്യാതിന്. എന്നിട്ട് പിന്നെ നമുക്കതൊന്ന് എന്താട്ടാ പിന്നെ കജ്ജോണ്ട് വാരി പിഴിഞ്ഞ് നമുക്ക് ആ ചാറ്റ് കണ്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ഞിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വേഗട്ടെ. അപ്പോഴത്തേന് നമ്മളെ ഓട്ടടയൊക്കെ നല്ല ഉസാറായിട്ട് വന്നിക്കണമല്ലോ. അപ്പോൾ ഓട്ടടയൊക്കെ ചൂടുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇട്ടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ അരി അരക്കണതും ഇതൊന്നും കാട്ടി തരാഞ്ഞത്. അപ്പം ഇട്ട വീഡിയോ തന്നെ ഇടുമ്പോൾ ഒരു കാണുന്ന നിങ്ങൾക്കൊരു ഗതികേട് ഉണ്ടാവുമല്ലോ, എടുക്കണച്ചും ഒരു ഗതികേടല്ലേ, അത് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ലിവറൊക്കെ ഒരു തുള്ളി വെള്ളമൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിക്കണേ. അത് അടുപ്പത്തിട്ട് നമ്മളെ ഗ്യാസ് സിമ്മിലാക്കി ഇട്ടുകാണ്ട് പൊയ്ക്കണം കേട്ടോ. ചിലപ്പോൾ മിറ്റടിച്ചോരി വരുമ്പോഴത്തേന് നമ്മളെ ചാറാകെ കരിഞ്ഞ് പുറ്റായിക്കും. അപ്പോൾ അത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സിമ്മിലാക്കി പോകുന്നതാണ്. മിറ്റടിച്ചോരി കജുമ്പോഴത്തേന് അവിടെ ബന്ധം ചെയ്തോളുമല്ലോ. അങ്ങനെ മിറ്റടിച്ചോരിലൊക്കെ ഒരു വാർത്ത അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്കും കമൻറ്റൊക്കെ ചെയ്താൽ മതിയേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, മിറ്റടിച്ചോരി അങ്ങനെ എത്തിയപ്പോഴാണ് നമ്മളെ മുരിങ്ങാമരം കുഴിച്ചിട്ടീനല്ലോ, ഒരു മുരിങ്ങാക്കൊമ്പ്. അപ്പോൾ അവിടെ ഇതാക്കണേ ആ മുരിങ്ങ കുഴിച്ചിട്ട് കൊടുത്ത് ഒരുപാട് കാട് മൂടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി കത്തിയെടുത്തൊന്നുകാണ്ട് അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നോക്കുമ്പോൾ ഒരുപാട് കാട് പിടിച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഏതായാലും കത്തിയും കൊണ്ട് ഇറങ്ങിയതല്ലേ, അപ്പം എന്നാൽ പിന്നെ അതൊക്കെ പാടൊന്ന് വെട്ടി തിളച്ച് കണ്ടാണ് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണം ഞാൻ അവിടെയും ഇവിടെയൊക്കെ എല്ലാമൊക്കെ ഒന്ന് ഇതാക്കി. അപ്പോൾ മുരിങ്ങാമരം തെളുത്തുകണ് കേട്ടോ. ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഇക്കാരം തെളുത്തുകണ്. പക്ഷേങ്കിൽ പോകുമോ ഇല്ലേന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാണ്ടില്ല. 2 കൊമ്പാണ് എന്നാൽ അപ്പുറത്തൊക്കെ ആയിട്ട് കുത്തിക്കണത്. രണ്ടും തെളുത്തുകണ് കേട്ടോ. അപ്പം ഇനി മുരിങ്ങ ഉണ്ടാകുകയാണെങ്കിൽ സുഖമല്ലേ, നമുക്കും പറിച്ചാൽ റോട്ടുമ്പോൾ കൂടെ പോകണവർക്കും പറിച്ചാൽ
നമുക്ക് ആർക്കും ആണെങ്കിലും പറിച്ചാട്ടോ. ഒരു മുരിങ്ങാക്കൊമ്പും അതേ പറഞ്ഞാൽ ഒരു ചീരാപ്പറങ്കികളുടെ മരം ഉണ്ടെച്ചെങ്കിൽ നമുക്ക് ഉച്ചക്ക് കൂട്ടാനാവും മക്കളെ. അത് പണ്ടുള്ളവർ പറയണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണേ അവിടെയും ഇവിടെയൊക്കെ അല്ല കാടൊക്കെ ഒന്ന് വെട്ടി തളിച്ചിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇതാക്കണേ ഇപ്പുറത്തും ഇതാക്കണേ. അപ്പം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അല്ല കാടൊക്കെ ഞാൻ ഒന്ന് വെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഏതായാലും ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ ഒരു വജ്ജും കൊജ്ജൊക്കെ ആക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ ഇതാക്കണേ പാറവത്തിൻ്റെ ഇല. ഈ പാറവത്തിൻ്റെ ഇല വെച്ചിട്ടാണ് മക്കളെ അന്ന് ഞാൻ നോൽമ്പിന് നമ്മളെ പടി മോറിനിയത്. കാരണം ഈ പാറവത്തിൻ്റെ ഇല വെച്ചിട്ടല്ലേ പണ്ടൊക്കെ മോറിനിയത്. അപ്പം ഇനിയിപ്പോൾ എത്ര വെട്ടിയിട്ടാലും പിന്നെയും ഇതേമാതിരി തേക്കൂട്ടാം. അപ്പോൾ പറ്റങ്ങോട്ട് കുറ്റിയാക്കി കണ്ടാണ് വെട്ടിയാലും പിന്നെയും തേത്തുകൊണ്ട് നിൽക്കും. ഇനിയും നമുക്ക് മാണല്ലോ. അപ്പം അതാക്കണേ. അപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ നമ്മളിത് ഇങ്ങനെ വെട്ടണം എന്ന് കരുതിയിട്ട്. അങ്ങനെ ഏതായാലും അവിടെ ഇവിടെയൊക്കെ അല്ല പുല്ലുകളൊക്കെ ഒന്ന് വെട്ടി തെളിച്ചിട്ട് നമ്മൾ വേഗം പോയി നോക്കുമ്പോൾ നമ്മളെ ലിവറൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റാനായിക്കണം കേട്ടോ. അപ്പോൾ പറ്റ വെള്ളം വറ്റണമില്ല. കാരണം നമുക്ക് ഓട്ടടിക്കും വേണം, ഉച്ചക്ക് ചോറ്റിനും വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോഴാണ് കേട്ടോ കുടിയിൽ ഫോണ് വന്നത്, കുഞ്ഞാമാൻ്റെ ആങ്ങളെ മരിച്ചിക്കണേന്ന് പറഞ്ഞിക്കാണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അവിടേക്കും ഒന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ഉച്ചക്ക് ചോറൊന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അൻസത്തിൻ്റെ പേരൻ്റെ അടുത്താണ് കേട്ടോ, കുഞ്ഞാമാൻ്റെ പേര. അപ്പോൾ ഞാൻ അൻസത്തിക്ക് വിളിച്ചു, ഇജ്ജ് പോകണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓള് പറഞ്ഞാൽ ഞാൻ പോകണുണ്ട് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഓള് പോകുമ്പോൾ നമ്മൾ പോകാൻ ഞാൻ ഒരു മോശമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ അടുക്ക് വരാം, നമുക്ക് രണ്ടാൾക്കും ഒപ്പം പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂളും ഇല്ല ഇനി കേട്ടോ. അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നാൽ നമുക്ക് അങ്ങനെ കാട്ടാമെന്ന്. അപ്പം ഞാൻ വേഗം ചായ കുടിച്ചിക്കാണ്ട് വേഗം പോകാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 ഓട്ടടിയും നമ്മളെ ലിവറിൻ്റെ ചാറും ഒക്കെ എടുത്തുക്കണ്. അപ്പോൾ അതൊക്കെ കൂട്ടി വേഗം ചായ കുടിക്കണം. പിന്നെ അകടിച്ചു വരണം, തുടക്കണം, പാത്രം മോറണം, മിറ്റടിച്ചു വരൽ പിന്നെ കഴിഞ്ഞിക്കണമല്ലോ. അപ്പോൾ അത് പിന്നെ അത് നോക്കണ്ട. അപ്പോൾ വേഗം ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മയക്കൊരു തക്കുണ്ടായി കേട്ടോ, വണ്ടിമ്മ തന്നെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ താക്കണേ നമ്മൾ ചായയുടെയൊക്കെ ഒരു ഭാഗത്ത് നടക്കണുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ വിളിച്ചാതെ ചെന്നാൽ നമ്മൾ ഞാനും കുട്ടികളും ഇല്ലല്ലേ. അപ്പോൾ ചോറ് ചിലപ്പോൾ അവർക്ക് കണക്കാക്കി വെക്കണേക്കാരം. അപ്പോൾ നമ്മളെന്താട്ടും ചെന്നിട്ട് വെച്ചാലൊക്കെ മതി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, ഒരു ഗതിയോടല്ലേ ഈ കാരം പിന്നെയും വെക്കണത്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവളോട് പറഞ്ഞതാണ് ബിരിയാണി നെയ്ച്ചോറൊന്നും വെക്കണ്ട കേട്ടോ ഒക്കെ പറഞ്ഞേക്കണേ. അപ്പം ഇനി പിന്നെ വിളിച്ചാതെ ചെന്നാൽ ചിലപ്പം ഇളച്ചനും തന്നെ ചീത്ത അറിയിട്ടോ. ഞാൻ ആ കുട്ടികളെയും കൊണ്ട് പോന്നിട്ട് വിളിച്ചാതെ വന്ന് ഇറങ്ങാണ്ട് ഇനിയും ചീത്താറിയും ഓളയും ചീത്താറിയും. അപ്പോൾ പിന്നെ അതുകൂടി ഇനിയിപ്പോൾ ഞാൻ കാരണമൊക്കെ ചീത്തയുള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ വിളിച്ച് ചെന്നപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓളെ കുട്ടികൾക്ക് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ. കളിച്ചിണീനും പഠിച്ചിണീനും മദ്രസന്നും സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയ ട്രോഫികളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഓളെ പേര. അപ്പം ഞാൻ വന്നപ്പോഴത്തേന് 30 നല്ല പണിയാണ് കേട്ടോ, ബിരിയാണി വെക്കണ പണിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞില്ല പെണ്ണേ ബിരിയാണി ഒന്നും വേണ്ടെന്നുള്ളത്, ഇനി ചോറ് വെച്ചിട്ട് വരുമ്പോൾ ഒരു ഗതികേടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല അണ്ടിക്കൊക്കുറു കടിയും പിന്നെ നല്ല പാൽച്ചായ ഉണ്ടായി കേട്ടോ, അതൊക്കെ കുടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ ഒന്നും ഉണ്ടാക്കാതൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് ഏതായാലും നമുക്ക് ചോറൊക്കെ വെച്ചിട്ട് 3 മണി നമ്മളെ മയ്യത്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ ചോറൊക്കെ വെച്ച് 2 മണിയൊക്കെ ആകുമ്പോൾ പോകാം, എന്നാൽ പിന്നെ മയ്യത്തെടുത്തിട്ട് പോരാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാക്കണ മസാലയൊക്കെ തന്നെ കൂട്ടി വെച്ചിക്കണം കേട്ടോ. പിന്നെ ചോറ്റിനൊക്കെ അരി ഇട്ടിക്കണം. അത് കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനും കൂടി കൊടുത്തു കേട്ടോ. പിന്നെ ഉള്ളി പൊരിച്ചാണ്ടായിനി. അപ്പോൾ ഞാൻ എന്താട്ടി ഉള്ളി പൊരിച്ചാനും പിന്നെ ക്യാരറ്റ് ഉണ്ടായിനി അരിയാനും. അപ്പോൾ അങ്ങനെ ക്യാരറ്റ് അരിയാനൊക്കെ അങ്ങനെ നിന്നു. അപ്പോൾ ഓരോ പണി കൂടി കഴിഞ്ഞാൽ പിന്നെ ഓക്ക് വേഗം കുളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനും കൂടി തരാം, എന്നാൽ പിന്നെ എനിക്ക് വേഗം കുളിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കണേ. ഞാൻ ക്യാരറ്റ് അരിയാണ്. പിന്നെ ചോറ് തിളച്ച് വന്നിട്ടില്ല കേട്ടോ, ഇനി അത് ദമ്മിടണം. ദമ്മ് കഴിഞ്ഞിട്ട് വേണം 30 കുളിച്ചാൻ. അങ്ങനെ ഇതാക്കണേ. ഉള്ളിയൊക്കെ പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഉള്ളി പൊരിച്ച് പിന്നെ അണ്ടിപ്പരിപ്പ് പൊരിച്ചു. പിന്നെ മുന്തിരി ഇട്ടുകൊടുത്തു. മുന്തിരി ഇട്ടെടുത്തപ്പോൾ തന്നെ ഇതാക്കണേ തിരിച്ചൊക്കെ നല്ലോണം ചൂടായിക്കണം കേട്ടോ. പിന്നെ നമ്മളെ മുന്തിരി ഒന്ന് കറുത്ത് പോയി, ചെറുതായിട്ടൊന്ന് കറുത്ത് കേട്ടോ. അതിൻ്റെ വേഗം ഞാൻ അത് കോരിയെടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഇനി കുറച്ച് ക്യാരറ്റ് ഉണ്ട്. ആ ക്യാരറ്റ് ചോറ്റിക്ക് ഇട്ടാലൊക്കെ മതി. അപ്പോൾ ഓള് പറഞ്ഞ് ആ എണ്ണയിലിട്ട് കണ്ട് ഒന്നാണ് വാട്ടിയെടുത്തളാം, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ വേഗാത്ത കുഴപ്പമില്ലല്ലോ ആറ. അപ്പം അങ്ങനെ ഇതാക്കണേ ക്യാരറ്റും കൂടി ഞാൻ ആ എണ്ണയിലിട്ട് കണ്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി പിന്നെ ആ എണ്ണ കളയൊന്നും വേണ്ടിട്ടോ, നമുക്ക് ആ ചോറ്റിക്ക് തന്നെ പാര. അപ്പം ഇനി നമ്മളെന്താട്ടി ആ ക്യാരറ്റും കൂടി ഒന്ന് വാട്ടിയെടുത്തുക്കണേ. അപ്പം അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇനി ചോറും കൂടി വെന്ത് ദമ്മിട്ടാൽ മതി. അപ്പം ചോറും അങ്ങനെ എന്തായി വെന്തിക്കണം കേട്ടോ. പിന്നെ മസാലയൊക്കെ കോഴിയൊക്കെ ഇട്ട്
റെഡിയാക്കി വെച്ച് വാഴൻ്റെ ഇലയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ചോറൊക്കെ ഇട്ട് പിന്നെ മസാലകളുണ്ടല്ലോ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി നമ്മൾ ബിരിയാണി നല്ല അടിപൊളിയാക്കി എടുത്തിക്കണം കേട്ടോ. പിന്നെ അതിൽ കാണുന്ന വലിയ ഇല എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറ്റിൻ്റെ ഓലയാണ് കേട്ടോ. ആ നെയ്ച്ചോറ്റിൻ്റെ ഓല ബിരിയാണിക്കും നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ വെച്ചാൽ നല്ല രസമാണ് കേട്ടോ നമ്മളെ ബിരിയാണി. പിന്നെ കുറച്ച് മരുന്നിട്ട് കൊടുത്ത് പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എല്ലാം ഉണ്ടല്ലോ പൊരിച്ചെടുത്തത് അതൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റത്തതാണ് ഇട്ടത് അതും കൂടി ഇട്ടുകൊടുത്ത് അങ്ങനെ ബിരിയാണി സെറ്റായി. ഇനി നമുക്ക് ദമ്മിടാം. അതോടുകൂടി പണികളൊക്കെ കഴിഞ്ഞേക്കണം കേട്ടോ. ഇനി പപ്പടം പൊരിച്ചണം പിന്നെ തൈര് ഉണ്ടാക്കണം. ആ ഒരു പണികളൊന്നും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു ഇജ് വേഗം പോയി കുളിച്ചോ, തൈരും പപ്പടമൊക്കെ പിന്നെ ഞാൻ പൊരിച്ചോണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താട്ടി കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടേനി. ആ പാത്രമൊക്കെ ഒന്ന് മോറി അടുപ്പും വീതനയൊക്കെ ഒന്ന് ഞാൻ വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. അങ്ങനെ ഓക്ക് കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടേനി. അങ്ങനെ ഓള് തിരുമ്പി കുളിച്ച് അങ്ങനെ ഇതാക്കണേ വന്ന് നമ്മൾ ചോറൊക്കെ ദമ്മിട്ടത് പൊട്ടിച്ചിക്കണം കേട്ടോ. പിന്നെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്കൊക്കെ ബിരിയാണി പറഞ്ഞാണ്ട് പൈച്ച അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ചോറ് കുത്തി ഞങ്ങൾ കേട്ടോ 1 മണിയാകുമ്പോഴത്തേനും. കാരണം ഞങ്ങൾക്ക് പരിച്ചോട്ടക്ക് പോകുമാണല്ലോ. അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ കുത്തി ഇതായപ്പോഴത്തേനും ഞാൻ പറഞ്ഞത് ഞാൻ പോയി പപ്പടം പൊരിച്ചാറ്. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ പപ്പടം കേട്ടോ. പപ്പടം ഇങ്ങനെ ഒറ്റയ്ക്ക് തിന്നാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പക്ഷേ പ്രഷർ ഇല്ലോല് പപ്പടം തിന്നാതൊക്കെ നല്ലത്. പ്രഷർ കൂടുതലും കുറവില്ലോല് പിന്നെ എത്ര പപ്പടം തിന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം കൂടുതലേ ഉള്ളൂ, കണ്ടമാനം കൂടുമില്ല കുറവില്ലോലിക്കും. അങ്ങനെ ഞാൻ പപ്പടമൊക്കെ പൊരിച്ച് ചോറൊക്കെ അപ്പോത്തിന് വിളമ്പി നമ്മൾ മേസമ്മ കൊണ്ടുപോയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിക്ക് വേഗം ചോറ് വെച്ചിട്ട് വേഗം പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തക്കണേ പപ്പടമൊക്കെ സെറ്റായി വന്നിക്കണേ. പിന്നെ ബിരിയാണി ആകുമ്പം പപ്പടം അതേ പറഞ്ഞ മാതിരി തൈര് അത് മസ്റ്റാണ് കേട്ടോ. അച്ചാറും പിന്നെ ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തൈരും വേണം പപ്പടം വേണം കേട്ടോ ബിരിയാണിക്ക്. അങ്ങനെ ഇതാക്കണേ എല്ലാവർക്കും ചോറ് വിളമ്പിക്കണം കേട്ടോ. ഞങ്ങളും കുട്ടികളും എല്ലാവരും ഒപ്പം വെച്ചാന്ന് വിചാരിച്ചിട്ട് പപ്പടമൊക്കെ ഓരോരുത്തർക്കും ഓരോ പാത്രത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ബിരിയാണി ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, മക്കൾക്ക് ഭയങ്കര തീർപ്പതിയാണ് ബിരിയാണി ആയാലും കേട്ടോ. അപ്പോൾ അത് നേരെ ആവുമൊന്നും വേണ്ട. നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആയാലും ഓൽക്ക് ഭയങ്കര പൈപ്പേക്കാരം കേട്ടോ. ചോറ് പറഞ്ഞുകൊണ്ട് ഭയങ്കര പൈപ്പാണ് അറിയാം. അപ്പോൾ അതെന്താ ഈ ബിരിയാണി കണ്ടിട്ടില്ല പൈപ്പാണ്. നിങ്ങളെ മക്കൾക്കൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ പൈപ്പ്? ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പം ഇങ്ങനത്തത് നമ്മളെ മക്കൾക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണ തൈര് ഉണ്ടാക്കണ വീഡിയോ ഒക്കെ എടുത്തിന്. പിന്നെ അത് എടുത്തത് പിന്നെ കാണാമല്ല, അതിൽ എടുത്തുകൊള്ളല്ലേ എന്നൊന്നും പിന്നെ പറയാനും കൂടിയാടില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, ക്യാമറ ഓണാക്കാനൊക്കെ മറക്കും. പിന്നെ ഞാൻ വന്നപ്പോഴേ ഉണ്ട് കേട്ടോ ഈ മത്തൻ്റെ ഇലമക്കാണ് കേട്ടോ എൻ്റെ കണ്ണ്. അപ്പോൾ പിന്നെ അത് എടുത്തത് ഞാൻ പിന്നെ മരിച്ചോടത്തേക്ക് പോയി വന്നിട്ടാണ് കേട്ടോ. മരിച്ചോടത്ത് പോയി വന്നിട്ട് പിന്നെ എടുത്തതാണ്. മരിച്ചോടത്തെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചൂലേ ഇവൾക്ക് എന്താ പിരാന്താണോ മരിച്ചോടത്തെ വീഡിയോ ഒക്കെ എടുക്കാനേ എഴുതൂലേ. അപ്പോൾ അവിടെയൊക്കെ പോയി വന്നിട്ട് എടുത്തതാണ്. അപ്പോൾ മത്തൻ്റെ അപ്പോഴേ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് എടുക്കണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ് ഇജ്ജ് പോകുമ്പോൾ കൊണ്ടുപോയിക്കോളേണ്ടി ഞാൻ. അപ്പോൾ ഞാൻ ഏതായാലും പോകാനായില്ലേ. അപ്പോൾ ഞാൻ വേഗം എന്താട്ടി കുറച്ച് മത്തൻ്റെ അങ്ങോട്ട് നുള്ളട്ടെ എന്ന് വിചാരിച്ച്. മത്തൻ്റെ താളിപ്പ് നല്ല രസമാണല്ലോ അല്ലേ. മത്തൻ്റെ അതേ പറഞ്ഞമാതിരി ചീരൻ്റെ മുരിങ്ങൻ്റെ അതൊക്കെ രസമാണ് താളിച്ചാൽ. പിന്നെ ഈ കർക്കിടകത്തിൽ ഇലകളൊക്കെ തിന്നണം നല്ലതുമാണ്. മുരിങ്ങ പറ്റൂല തോന്നുന്നുണ്ടല്ലേ, കാരണം കട്ടാണ് എന്നൊക്കെ പറയണേക്കാം. അതിപ്പം നമുക്കറിയില്ല, എന്നാലും തിന്നണോലും ഉണ്ട് കേട്ടോ. പിന്നെ ഈ കർക്കിടകത്തിലൊക്കെ ഒരുപാട് ഇലകളൊക്കെ വെച്ച് ഉപ്പേരിയൊക്കെ വെക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിന്ന് കുറച്ച് മത്തൻ്റെ നുള്ളുന്നുണ്ട് കേട്ടോ. കജുനോടത്തോളം നുള്ളി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തൻ്റെ താളിച്ചത്. പിന്നെ എന്താ ഉപ്പേരി വെച്ചാൽ വലിയ തൃപ്പതിയില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.